എല്ലാവർക്കും നമസ്കാരം. മാതൃഭാഷയിൽ മാതൃഹൃദയത്തിന് നൽകിയ മഹനീയ നാമമാണ് അമ്മ. സ്നേഹം, സഹനം, ക്ഷമ, വിശ്വാസം എന്നിവയെല്ലാം ആ ഒറ്റൊരു വാക്കിൽ ഉൾക്കൊള്ളുന്നു. ഇന്ന് എൻ്റെ അമ്മയെക്കുറിച്ച് പറയാനുള്ള അവസരത്തിലാണ് ഞാൻ. അമ്മ എന്ന പദത്തിൻ്റെ പൂർണ്ണമായ അർത്ഥവും വ്യാപ്തിയും ഞാൻ എൻ്റെ അമ്മയിൽ കാണുന്നു. 19-ാം വയസ്സിൽ വിവാഹം കഴിഞ്ഞ് ഒരു വലിയ കൂട്ടുകുടുംബത്തിലേക്കാണ് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് എൻ്റെ അമ്മ കടന്നു വരുന്നത്. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ വലിയ ചുറ്റുപാടൊന്നുമില്ല, സൗകര്യങ്ങളില്ല. എല്ലാവർക്കും അറിയാലോ, പണ്ടത്തെ കാലത്ത് ചവറൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചിട്ടാണ് ആഹാരം പാകം ചെയ്യുക. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് അവർ ജീവിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിനൊക്കെ ആയിട്ട് മറ്റുള്ള വീടുകളിൽ നിന്നൊക്കെ വെള്ളം കോരി കൊണ്ടുവരണം. അങ്ങനെ ഇത്രയും അംഗങ്ങളുള്ള വീട്ടിലേക്കൊക്കെ വെള്ളം കോരിക്കൊണ്ടുവരിക, അമ്മിയിൽ അരയ്ക്കുക. അങ്ങനെയൊക്കെ ജീവിതത്തിൻ്റെ ഇറക്കവും കയറ്റവും ഒക്കെ കടന്നിട്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. വിവാഹം കഴിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടന് അമ്മ ജന്മം നൽകി. ചേട്ടന് ഒരു വയസ്സായപ്പോൾ അപ്പൻ കുറച്ച് സ്ഥലമൊക്കെ മേടിച്ചു. അതിൽ അമ്മയുടെ കഠിനാധ്വാനവും അപ്പൻ്റെയും അമ്മയുടെ ഒക്കെ കഠിനാധ്വാനം കൂടിയിട്ട് ഒരു ഓലപ്പുര വെച്ചു. 2 വർഷത്തിന് ശേഷം എനിക്ക് ജന്മം നൽകി. എൻ്റെ വരവെന്ന് പറഞ്ഞാൽ ഒരു 1.5 വരവാണ് കേട്ടോ. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ 10 മാസം വയറ്റിൽ ചുമക്കുകയും സന്തോഷത്തോടെ ആത്മനിർവൃതിയോടെ ആ ഭാരം തൻ്റെ ജീവൻ്റെ തുടുപ്പിൽ അലിഞ്ഞു ചേർന്ന് ആ അമ്മ തൻ്റെ ഓരോ കുഞ്ഞിന് ജന്മം നൽകി. അതിനുശേഷം ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ഓടി നടക്കേണ്ട സമയത്ത് മറ്റുള്ളവരെ പോലെ ഓടി നടക്കാൻ പറ്റുന്നില്ല എന്നറിയുമ്പോൾ ആ വേദന അമ്മയുടെ ജീവിതകാലം മുഴുവൻ അമ്മ നെഞ്ചിലേറ്റാണ്. എങ്കിലും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് എന്നെ പരിപാലിച്ച് പോകുന്നത്. അപ്പം അമ്മ വിചാരിച്ചു, ഇനി അമ്മ ഇല്ലാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യാത്തൊരവസ്ഥയോ ഒക്കെ വരുമ്പോൾ എനിക്കൊരു കൂട്ടായിട്ട് ഒരു അനിയത്തി ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് അമ്മ 2 പേർക്കും കൂടി ജന്മം നൽകി. അതായത് പിന്നെയും ജന്മം നൽകിയതും ആൺകുട്ടി തന്നെ, പിന്നെയും ആൺകുട്ടി തന്നെ. പിന്നെ അമ്മ ഇവർ തന്നെ മതിയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 4 മക്കളായി. ആ അവസരത്തിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ജീവിത രീതിയിലേക്ക് വന്നു. ആ വീടൊക്കെ ഇതാക്കി മാറ്റിയിട്ട് നല്ല ഓടിട്ട നല്ലൊരു കൊച്ചു വീടുണ്ടാക്കി. പിന്നെ അമ്മ എന്നെ പഠിക്കാനായിട്ടെന്ന് വെച്ചാൽ ഇവിടെ സ്കൂള് എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ അത് കുറച്ച് അകലെയാണ്. അത് കാരണം കൊണ്ട് ചാലക്കുടിയിലാക്കി 8-ാം ക്ലാസ്സിൽ. 8-ാം ക്ലാസ്സിൽ ചാലക്കുടിയിലാക്കിയപ്പോൾ ഇവിടുന്ന് 35 കിലോമീറ്റർ ഇട്ടാങ്ങട്. പക്ഷേ അമ്മ ഒന്നരാളും വരും കാണാൻ. എനിക്ക് അമ്മനെ കാണാനും അമ്മയ്ക്ക് എന്നെ കാണാണ്ട് ഇരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഓടി വരും. അപ്പോൾ സിസ്റ്ററൊക്കെ ചീത്ത പറഞ്ഞിട്ട് പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പിന്നെ അങ്ങനെയായി. പിന്നെ അമ്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമ്മ എല്ലാവരെയും സഹായിക്കും. എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കും. അത് അമ്മയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പനും അതിന് കൂട്ടാണ് കേട്ടോ. അപ്പൻ്റെ സഹകരണം ഇല്ലാണ്ട് അമ്മയ്ക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു കുറവും അപ്പം വരുത്തിയിട്ടില്ല. അപ്പനെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. ഞാൻ ഇപ്പം എന്നെ തനിച്ചാക്കിയിട്ട് അമ്മ ഒരിക്കലും പോവാറില്ല. ഭിന്നശേഷിയായ അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത എന്തെങ്കിലും വയ്യായികളുള്ള കുട്ടികളുടെ അമ്മമാർ അവരെ തനിച്ചാക്കിയിട്ട് പോവില്ലല്ലോ. അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മയും. എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അമ്മ മേടിച്ചു തരും കേട്ടോ. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം, സാരിക്കനുസരിച്ച് കുപ്പിവളയും മാലയും ഒക്കെ, പിന്നെ എഴുതാൻ പുസ്തകം, വരയ്ക്കാൻ പെൻസിലുകൾ ഒക്കെ അമ്മ മേടിച്ചു തരും. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അമ്മ അറിഞ്ഞിട്ടാണ് ഞാൻ പറയൊന്നും വേണ്ട, അത് അമ്മ മേടിച്ചു തരും. ഇപ്പം അമ്മയ്ക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം, തണ്ടൽ വേദന. അങ്ങനെ തണ്ടലുമ്പോൾ ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് അമ്മ ഇപ്പം നടക്കണേ. ഏത് യാത്രയിലും വയ്യെങ്കിലും അമ്മ എൻ്റെ ഒപ്പം വരും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, അമ്മ നന്നായിട്ട് പാട്ട് പാടും. പണ്ടത്തെ ഗായികമാരൊക്കെ പാടില്ലേ, അതുപോലെ തന്നെയാണ് അമ്മ പാടുക. പക്ഷെ അന്നൊന്നും അമ്മയ്ക്ക് അതിന് പ്രാധാന്യം കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല. ജീവിതത്തിലെ ഈ തിരയും ചുഴിയും നിറഞ്ഞ ജീവിതയാത്രയിൽ ഇതൊക്കെ ആര് നോക്കാനാ. പക്ഷേ എൻ്റെ ഓരോ ഉയർച്ചകളിലും അമ്മ കൂടെ ഉള്ളതുപോലെ തന്നെ ഞാനും എനിക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ അമ്മയെക്കൊണ്ട് പാട്ട് പാടിക്കും. പാട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുടുംബമാണ് ഞങ്ങളുടേത്. ഞാൻ അമ്മയ്ക്കായിട്ട് ചെറുതായിട്ട് സൗന്ദര്യപ്പിണക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊന്നും ഞങ്ങളുടെ സ്നേഹത്തിന് ഒരു കുറവുമില്ല. അമ്മ എന്ന വാക്കിൻ്റെ ഏറ്റവും സുന്ദരമായ എൻ്റെ അമ്മയ്ക്കും എല്ലാ അമ്മമാർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ കൂപ്പുകൈ. അമ്മയെക്കുറിച്ച് പറയാൻ അവസരം തന്ന ദർശന സർവീസ് സൊസൈറ്റി
അവർ ലേഡി ഓഫ് സോറസ് ഗ്രൂപ്പിന് ഹൃദയം നിറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ലീന എം ജെ, നാട്ടിക.